എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് പഴുപ്പ് കൂടിയിട്ടുള്ള പഴമാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം തന്നെ നമുക്ക് ഈ 2 പഴം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ പഴത്തിൻ്റെ നടുവിലൂടെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ 2 പഴവും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴമൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുക്കണം. ഈ പഴമൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. മൈദയ്ക്ക് പ്രത്യേക അളവൊന്നുമില്ല. നമ്മൾ പഴമൊക്കെ ഒന്ന് മുക്കിയെടുക്കാൻ ആവശ്യമുള്ള അത്രയും മൈദ എടുത്താൽ മതി. കട്ടകളൊന്നുമില്ലാതെ മൈദ നന്നായിട്ട് കലക്കിയെടുക്കാം. കണ്ട ഈ ഒരു പാകത്തിൽ വേണം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതോ ആയാലും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ പഴവും മൈദയിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പഴത്തിൻ്റെ മുകളിൽ ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മൈദയിൽ മുക്കിയെടുക്കുന്നത്. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള എല്ലാ പഴവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇതെല്ലാതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളിലെ പഴമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഈ ഒരു പാകത്തിൽ മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ കയ്യിലേക്കൊന്നും എണ്ണ തെറിക്കാതെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പഴം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പഴുത്ത് കൂടി പോയിട്ടുള്ള പഴമാണെങ്കിലും ഈ ഒരു റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്